ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു 4 സെൻറ്റിൽ കംപ്ലീറ്റ് ഫർണിഷ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു വീടാണ്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാർ ഷെഡിൻ്റെയൊക്കെ ഷീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഫർണിഷ്ഡ് ആയിട്ട് നമുക്ക് വീട് കിട്ടുക. ഈവൻ എന്താ പറയുക, ഫസ്റ്റ് ടി വി സ്റ്റാൻഡ് ആ ഭാഗത്തുള്ള ആ ഒരു ഏരിയ, അതേപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്ക് കംപ്ലീറ്റ്, അങ്ങനെയുള്ള വർക്കെല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വീട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാകുക. 4 സെൻറ്റ് സ്ഥലമാണ്, 1850 സ്ക്വയർ ഫീറ്റ് വീടാണ്. നല്ലൊരു ഹൗസിങ് ഏരിയയാണ്. പ്രാരി മെയിൻ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 150 മീറ്റർ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്ക് ദൂരമുള്ളൂ. ഇൻറ്റീരിയറും അതുപോലെ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് LED ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത്, ഇവിടെ ഒരു പർഗോള സെറ്റിങ്സ് ഉണ്ട് ഹാളിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. നല്ല മേലെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി സ്റ്റാൻഡും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം കിച്ചണിൽ കംപ്ലീറ്റ് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വർക്ക് ഇതാണ്. അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇങ്ങനത്തെ ഇലക്ട്രിക് വർക്കും അതുപോലെ തന്നെ ഫാന് കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഈ വീട് കയ്യിൽ കിട്ടുന്നുണ്ടാവുക. നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റാണ് ഉള്ള 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. സ്പേസ് എല്ലാം കറക്റ്റായിട്ട് യൂട്ടിലൈസ്. 4 സെൻറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. കിച്ചൻ്റെ കാര്യത്തിന് കംപ്ലീറ്റ് കബോർഡുകളും വർക്കും എല്ലാം കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. ഇനി അത് ചെറിയ കുറച്ച് വർക്കുകൾ കൂടിയേ ഉള്ളൂ. ആൾറെഡി ഇതേപോലുള്ളൊരു വീട് സെയിലായി കഴിഞ്ഞു. ഈ ഒരു വീടാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്ലോക്ക് വൈസിൽ കയറുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മേലെ ലാൻഡിങ്ങിൻ്റെ ഏരിയ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, നല്ല ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ജനലുകൾ 3 ലെയറായിട്ട് ശരിക്കും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ലാൻഡിങ്ങിൻ്റെ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം വലിയൊരു ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി റൂമായിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ബാൽക്കണിയാണ് കാണാനുള്ളത്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ തന്നെ അറിയാം, പർഗോള ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ നല്ല ഒരു ഹൗസിംഗ് കോളനിയാണ്. നല്ല അത്യാവശ്യം നല്ല വീടുകളൊക്കെ ഒരു ഹൗസിംഗ് കോളനിയാണ്. അവിടെ നിന്ന് ആ കാണുന്ന തന്നെയാണ് റോഡ്. ശരിക്കും അത്രയ്ക്കും അടുത്താണ്. ഏകദേശം ഒരു 100-150 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൂ ഏരിയ പറയുകയാണെങ്കിൽ. മേലെ ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് മേലെ ഉള്ളത്. ഇതൊരു ബെഡ്റൂമാണ്, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഒന്നും ബൾബുകളൊന്നും ഫിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ലൈറ്റ് നമ്മൾ കുറച്ച് ഈവനിങ് ടൈമിലാണ് എത്തിയത്, അതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറച്ച് കുറവാണ്. വെളിയിലെ ഇതൊരു ബാൽക്കണിയാണ്. ഓക്കെ, ഈ ഒരു ബെഡ്റൂം എന്നുള്ളൊരു ബാൽക്കണി. അത് ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള കാർ പോർച്ചിൻ്റെ ഭാഗത്തിന് 1-2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നല്ലൊരു ഹൗസിംഗ് കോളനിയാണ്. നല്ലൊരു ഫ്രണ്ടിൽ നോക്കി അറിയാം, അത്യാവശ്യം നല്ല വീടുകളുള്ള നല്ലൊരു ഹൗസിംഗ് കോളനിയാണ്. അതും മെയിൻ റോഡിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 100-150 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് ദൂരമുള്ളൂ. അത്രയും നല്ല സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്തൊരു ബെഡ്റൂം മേലെ താഴെ ഇതേപോലെ ഒരു ബെഡ്റൂമും കൂടിയുണ്ട്. ഇതും അറ്റാച്ച്ഡാണ്. അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനിലൊക്കെ കൊടുത്തിരിക്കും, പക്ഷേ ഇരുട്ടായതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് വീഡിയോയിൽ കിട്ടുന്നില്ല. സോ ഈ ഒരു വീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1850 സ്ക്വയർ ഫീറ്റാണ്, 4 സെൻറ്റ് സ്ഥലമുള്ളത്. ബോർവെല്ലാണ് വാട്ടർ സോഴ്സ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു വീട് പ്രാരി മെയിൻ റോഡിൽ നിന്ന് ഒരു 100-150 മീറ്റർ ദൂരമേ ഉള്ളൂ. അത്രയ്ക്കും അടുത്ത് തന്നെ കിടക്കുന്ന ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് 65 ലക്ഷം രൂപയാണ്. 65 lakhs. നെഗോഷ്യബിളാണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. കംപ്ലീറ്റ് ഫർണിഷ് ചെയ്തിട്ടാണ് ഈ വീട് നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക പ്ലീസ്. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടോ ഇല്ലെങ്കിൽ വാങ്ങാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. താങ്ക് യു ഫ്രണ്ട്സ്.